എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ പല കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അല്ലേ? എത്രയാണ് പലിശ നിരക്ക്, കാലാവധി എത്രയാണ്, അതിപ്പോൾ ഒരു പുതിയ വീട് വെക്കാനായാലും വാഹനം വാങ്ങുന്നതിനായാലും എല്ലാം നിങ്ങൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ ലോണ് തിരിച്ച് അടച്ച് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇല്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പറഞ്ഞ കാലാവധിക്ക് മുമ്പാണ് ലോൺ അടച്ച് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ പല ബാങ്കുകളും സ്ഥാപനങ്ങളൊക്കെ നിങ്ങൾക്ക് പലതരത്തിലുള്ള ഫീസും കാര്യങ്ങളൊക്കെ നിങ്ങളെ കയ്യിൽ നിന്ന് ഈടാക്കാറുണ്ട്. എന്നാൽ ഭവന വായ്പയിൽ ഇത് ഈടാക്കാറില്ല. പക്ഷേ നമ്മുടെ പേഴ്സണൽ ലോണിനും അല്ലെങ്കിൽ കാർ ലോണ് എന്നിവയ്ക്കൊക്കെ ഈ ഒരു ഫോർക്ലോഷർ തുക ഈടാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ലോണുകൾ എടുക്കുമ്പോൾ അത് മുൻകൂറായിട്ട് നിങ്ങൾ ആ ഒരു കാലാവധിക്ക് മുമ്പേ അടച്ചു തീർക്കുകയാണെങ്കിൽ ഈ ഒരു ഫോർക്ലോഷർ തുക നിങ്ങൾ പേ ചെയ്യേണ്ടി